നമസ്കാരം. ഏവർക്കും സ്വാഗതം. കാത്തിരിപ്പിന്റെ നാളുകൾ അവസാനിക്കാൻ പോവുകയാണ്. ആകാശത്തെ ഗ്രഹനിലകൾ അസാധാരണമായ ഒരു മാറ്റത്തിലേക്കാണ് നീങ്ങുന്നത്. ഈ വരുന്ന പുതുവർഷമായ 2026 ജനുവരി 1 പിറക്കുമ്പോൾ ചില നക്ഷത്രക്കാരുടെ ജീവിതം തലകീഴായി മറിയാൻ പോവുകയാണ്. അതായത് ദാരിദ്ര്യത്തിന്റെ ഇരുട്ടിൽ നിന്നും ഐശ്വര്യത്തിന്റെ പൊൻപ്രഭയിലേക്ക് കുതിക്കുകയാണ് കുറച്ച് നക്ഷത്രക്കാർ. ഇത് വെറുമൊരു പ്രവചനമല്ല, ആകാശത്തിലെ ഗ്രഹങ്ങൾ തീർക്കുന്ന മഹാകോടീശ്വര യോഗത്തിന്റെ ഫലമാണ് പറയുവാൻ പോകുന്നത്. ജ്യോതിഷം എന്നത് നമ്മൾ ഏവരും മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ഇത് ഓരോ മനുഷ്യരുടെയും ജീവിതത്തിലേക്ക് നൽകുന്ന ഒരു വെളിച്ചമാണ്. 2026 ശനി, വ്യാഴം, രാഹു എന്നീ ഗ്രഹങ്ങളുടെ സഞ്ചാരം ചില പ്രത്യേക രാശികളിൽ ധനലക്ഷ്മി യോഗത്തെയാണ് സൃഷ്ടിക്കുന്നത്. ഇവിടെ വിധി മാറ്റിമറിക്കപ്പെടുന്ന നിമിഷം എന്ന് വേണമെങ്കിൽ പറയാം. പണ്ട് രാജാക്കന്മാർക്ക് മാത്രമായി ലഭിച്ചിരുന്നതാ ചില അപൂർവ ഗ്രഹസ്ഥിതികളുണ്ട്. ആ ഗ്രഹസ്ഥിതികളാണ് 2026 സംജാതമാകാനായി പോകുന്നത്. ഉദാഹരണത്തിന്, ഒരാൾ എത്ര കഠിനമായി അധ്വാനം ചെയ്താലും ഫലം കിട്ടാതെ വിഷമിക്കുന്നുണ്ടാകും. അധ്വാനിക്കുന്നുണ്ട് നല്ല രീതിയിൽ, പക്ഷേ ഫലം കിട്ടുന്നില്ല. എന്നാൽ ഈ ഒരു മഹാകോടീശ്വര യോഗം വരുന്നതോടുകൂടി അവർ തൊടുന്നതെല്ലാം പൊന്നായി മാറും. അതായത് തടസ്സപ്പെട്ട് കിടക്കുന്ന പിതൃ സ്വത്തുക്കൾ കൈവരും, വിദേശത്ത് നിന്ന് അപ്രതീക്ഷിത ലാഭമുണ്ടാകും എന്നിവയൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയാനായിട്ടുള്ളത്. വിധി നിങ്ങളെ തേടിയെത്തും. അതിനെ തടയുവാൻ ഒരു മനുഷ്യനെന്ന് മാത്രമല്ല ആർക്കും സാധ്യമാവുകയില്ല. അങ്ങനെയുള്ള ആ 6 ഭാഗ്യശാലി നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നത് നമുക്കിന്ന് അറിയാം. അതിൽ ആദ്യത്തെ നക്ഷത്രമായി വരുന്നത് രോഹിണിയാണ്. രോഹിണി നക്ഷത്രത്തെ കുറിച്ച് പറയുമ്പോൾ ഭഗവാൻ ചന്ദ്രന്റെ ഏറ്റവും പ്രിയപ്പെട്ട നക്ഷത്രമാണ്. 2026 വ്യാഴത്തിന്റെ ദൃഷ്ടി രോഹിണി നക്ഷത്രത്തിലേക്ക് പതിക്കുന്നതോടെ ബിസിനസ്സിലും തൊഴിലിലും അവിശ്വസനീയമായ വളർച്ചയുണ്ടാകുന്ന സമയമായിരിക്കും രോഹിണിക്ക്. നിങ്ങളൊരു വീടാണ് സ്വപ്നം കാണുന്നതെങ്കിൽ, അതൊരു ചെറിയൊരു കുടിലാണ് നിങ്ങൾ ചിലപ്പോൾ, അല്ലെങ്കിൽ ചെറിയൊരു കൊച്ചു വീട് പണിയണമെന്നായിരിക്കും നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ, ഒരു കൊട്ടാരം പണിയുവാനുള്ള ഭാഗ്യം വന്നെത്തുന്ന കാലം. ആഗ്രഹിക്കുന്നതൊക്കെയും നേടിയെടുക്കുവാൻ ഭാഗ്യത്തിന്റെ അനുകൂലമായ അവസ്ഥ നിങ്ങളിലേക്ക് വന്നെത്തുന്ന വർഷമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് 2026. ഇനി അടുത്ത നക്ഷത്രമായി വരുന്നത് ഉത്രമാണ്. സൂര്യന്റെ പ്രഭാവമുള്ള നക്ഷത്രമാണ് ഉത്രം നക്ഷത്രം. അധികാരം, പദവി ഇങ്ങനെയുള്ള സ്ഥാനമാനങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന വർഷമായിരിക്കും 2026. ഇനി ഇവ രാഷ്ട്രീയത്തിൽ ഭരണരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കും ഉന്നതമായ സ്ഥാനമാനങ്ങൾ, അതായത് മന്ത്രി പദവി വരെ അലങ്കരിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടാകുന്ന ഒരു വർഷം. അപ്പോൾ രാജാവായി വാഴാനുള്ള ഭാഗ്യം തന്നെയാണ് മഹാകോടീശ്വര യോഗമാണ് ഉത്രം നക്ഷത്രത്തിന് 2026 വന്നു ചേരുന്നത്. ഇനി വിശാഖമാണ് മൂന്നാമത്തെ നക്ഷത്രം. കഠിനാധ്വാനത്തിന് ഒടുവിൽ ഫലം ലഭിക്കുന്നു എന്ന് പറയാം. കഠിനമായി അധ്വാനിച്ചിരുന്ന കാലങ്ങളിലൊന്നും അതിനുള്ള ഒരു ഫലം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേർന്നില്ല. എന്നാൽ ഈ 2026 കഠിനമായിട്ടുള്ള നിങ്ങളുടെ അധ്വാനത്തിന് ഫലം വന്നു ചേരും. കടബാധ്യതകളിൽ നിന്ന് പൂർണ്ണമായ ഒരു മോചനം ഉണ്ടാകും. കൂടാതെ ഏറ്റവും സന്തോഷമായ കാര്യം ഇനി പറയാൻ പോവുകയാണ്, ലോട്ടറി ഭാഗ്യം. അപ്രതീക്ഷിത ധനലാഭം, അതായത് ലോട്ടറി ആണ് അതിൽ എടുത്തു പറയേണ്ടത്. അത് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ വിശാഖം നക്ഷത്രക്കാർക്ക് 2026 ലോട്ടറി അടിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. അങ്ങനെ മഹാകോടീശ്വരൻ കോടികൾ കയ്യിലേക്ക് വന്നു ചേരാനുള്ള ഭാഗ്യവും ഉണ്ടാകുന്നുണ്ട്. ഇനി അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് 2026 ശനിദോഷമൊക്കെ പാടെ മാറി ഐശ്വര്യം വന്നു ചേരും. വിദേശ യാത്ര സഫലമാകും, യാത്രാ തടസ്സം നീങ്ങും, വലിയ നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ കോടികളുടെ ലാഭം കയ്യിലേക്ക് വന്നു ചേരാൻ, കോടികളുടെ കളിയാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന. ആയിരങ്ങളോ ലക്ഷങ്ങളോ അല്ല, കോടികളുടെ കളി. അതായത് രാജാവിന് തുല്യമായി തന്നെ ജീവിക്കുവാനുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞു വരും എന്നതാണ് ഇവിടെ പറയുവാനായി സാധിക്കുന്നത്. ഇനി അടുത്ത മകേര നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നാലും ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂല ഫലമുണ്ടാകും. കാലങ്ങളായി തടസ്സപ്പെട്ട് കിടന്ന വീടുപണി പൂർത്തിയാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. 2026
കുറച്ച് ഭൂമി വാങ്ങുവാനോ അല്ലെങ്കിൽ വിൽക്കേണ്ടതായ സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഒരു തടസ്സവും കൂടാതെ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഏറെ വിലയോടുകൂടി വിൽക്കുവാനും സാധിക്കും. ചൊവ്വയുടെ ബലം നിമിത്തം ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും ഒരു അപ്രതീക്ഷിത മുന്നേറ്റം ഉണ്ടാകുന്ന വർഷം തന്നെയായിരിക്കും 2026. നിങ്ങൾ സുബ്രഹ്മണ്യ സ്വാമി പ്രീതി വരുത്തേണ്ട അത്യാവശ്യമാണ്. പറ്റുമെങ്കിൽ പഴനിമലയൊക്കെ ഒന്ന് ചവിട്ടുക. ഭഗവാൻ പഴനിയിൽ പോയി അവിടെ ദർശനം നടത്തി അവിടെ നിങ്ങളിൽ കഴിയുന്ന പാലഭിഷേകമൊക്കെ നടത്തുന്നത് 2026 ഇരട്ടി ഫലം ലഭിക്കുന്നതിന് സഹായിക്കും. ഇനി പൂയം നക്ഷത്രത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ നക്ഷത്രങ്ങളിൽ വെച്ച് ഏറ്റവും ശുഭകരമായ നക്ഷത്രം കൂടിയാണ് പൂയം. ശനിദോഷമൊക്കെ മാറുന്ന കാലമാണ് 2026. സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്കും ജോലി ഭാഗ്യം, വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് സ്ഥിര താമസത്തോടു കൂടി ഉള്ള ജോലി ഭാഗ്യം ഉണ്ടാകും. 2026 സുവർണ കാലം തന്നെയാണ്. കഠിനാധ്വാനത്തിന് അർഹമായ പ്രതിഫലം നിങ്ങളിലേക്ക് ഭഗവാൻ എത്തിക്കുന്ന വർഷം. ഇനി അത്തം നക്ഷത്രത്തിന്റെ കാര്യത്തിലേക്ക് വന്നാലും ചന്ദ്രന്റെ സ്വാധീനം അത്തം നക്ഷത്രക്കാർക്ക് കച്ചവടം, കലാകായിക മേഖലകളൊക്കെ ശോഭിക്കുന്നതിന് ഭാഗ്യത്തെ നൽകും. നിങ്ങൾ ഒരു ചെറിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും 2026 ഡിസംബറിനുള്ളിൽ നിങ്ങൾ ചെറിയൊരു സംരംഭമാണ് തുടങ്ങുന്നതെങ്കിൽ പോലും അത് വലിയൊരു സംരംഭമാക്കി ഭഗവാൻ മാറ്റിത്തരും. അത്രയ്ക്ക് ഭാഗ്യമുള്ള സമയമാണ്. മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്തിരുന്ന നിങ്ങൾ യജമാനനായി മാറുന്ന സമയമാണ് വരുന്ന 2026. അതേപോലെ ചോതി നക്ഷത്രം, മൂലം നക്ഷത്രം, ഈ രണ്ട് നക്ഷത്രങ്ങൾക്കും 2026 ഭാഗ്യത്തിന്റെ സമയമാണ്. ഇവിടെ ചോതി നക്ഷത്രം രാഹുവിന്റെ നക്ഷത്രമാണെങ്കിലും 2026 രാഹുവിന്റെ ശുഭസ്ഥാനം ചോതി നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ധനമാർഗങ്ങൾ തുറന്നു തരും. രാഹു കരിയുമ്പോൾ ലഭിക്കുന്നത് അളവറ്റ സമ്പത്താണ്. അതുകൊണ്ട് തന്നെ ഷെയർ മാർക്കറ്റ്, സ്വർണ്ണ നിക്ഷേപം എന്നിവയിൽ നിന്നൊക്കെ ചോതി നക്ഷത്രക്കാർക്ക് വലിയ ഒരു ധന ശേഖരം വന്നു ചേരേണ്ടതാണ്, ലാഭം വന്നു ചേരും. നിങ്ങൾ നാഗപ്രീതി വരുത്തേണ്ടത്, അതായത് നാഗദൈവങ്ങൾ എപ്പോഴും മനസ്സിൽ പ്രാർത്ഥിക്കുക. കഴിയുന്ന സമയങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുക. അവിടെ നിന്ന് കിട്ടുന്ന മഞ്ഞൾ പ്രസാദം നെറ്റിയിൽ എപ്പോഴും തിലകമായി അണിയാനൊക്കെ ശ്രമിക്കുക. മൂല നക്ഷത്രത്തിനും രേവതി നക്ഷത്രത്തിനും ഒക്കെ നല്ല സമയമാണ്. കേതുവിന്റെ നക്ഷത്രമാണ് മൂലം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളെ അനുഭവിച്ച സകലവിധ ദുഃഖങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും 2026 നിങ്ങൾക്ക് മാറും. കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന ചില സ്വത്തുവകകൾ, അതല്ലെങ്കിൽ പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ചില ധനമൊക്കെ ഒരു വലിയ സാമ്പത്തിക മുന്നേറ്റത്തിന് കാരണമാകും. ആത്മീയമായ ഒരു ഉന്നതിയൊക്കെ വരുന്ന സമയമാണ് 2026 മൂലം നക്ഷത്രത്തിന്. ഇനി രേവതി നക്ഷത്രത്തിന്റെ കാര്യത്തിലേക്ക് വന്നാലും 2026 ബുധന്റെയും വ്യാഴത്തിന്റെയും അനുകൂലമായ ഒരു സ്ഥിതി കാരണം വിദേശ രാജ്യങ്ങളിൽ നിന്നൊരു വലിയ സാമ്പത്തിക നേട്ടം വരാനും വിദേശ പണം കൈകാര്യം ചെയ്യാൻ ഭാഗ്യമുണ്ടാകും. ഈ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്കും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ 2026 അത് കോടികളുടെ ലാഭം കൊയ്യുവാൻ സാധിക്കുന്നതായ ഒരു വർഷം തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ മഹാകോടീശ്വര യോഗം എന്നത് വെറുതെ ഇരുന്നാൽ കിട്ടുകയില്ല എന്നത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ വിധി തുറന്നു തരുന്ന ഒരു വാതിലാണ് ഈ പറഞ്ഞ ഭാഗ്യങ്ങൾ അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ രാശിമാറ്റമൊക്കെ. അപ്പോൾ ആ ഒരു വാതിലിലൂടെ അകത്തേക്ക് കയറാൻ നമ്മളാലുള്ള കഴിവുകൾ കൂടി നമ്മൾ പരിപോഷിപ്പിച്ച് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ 2026 ഈ നക്ഷത്രക്കാർ പാലിക്കേണ്ട പൊതുവായ ചില പരിഹാരങ്ങൾ കൂടി ഒന്ന് പറഞ്ഞു തരാം. അതായത് സന്ധ്യാസമയത്ത് വീട്ടിൽ ദീപം തെളിയിക്കുക എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, എങ്കിലും ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. രാമനാമം ജപിക്കുവാനും അത് നെഗറ്റീവ് ഊർജത്തെ നിങ്ങളിൽ നിന്ന് അകറ്റുന്നതിന് ഒരുപാട് സഹായിക്കും. പിന്നെ വ്യാഴാഴ്ചകളിൽ വ്യാഴപ്രീതിക്കായിട്ട് നിങ്ങൾക്ക് ഭഗവാൻ വിഷ്ണു പ്രീതി വരുത്താനായിട്ട് ഭഗവാൻ വിഷ്ണുവിനെ പ്രാർത്ഥിക്കാവുന്നതാണ്. ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ്. മഞ്ഞ വസ്ത്രം ധരിക്കാവുന്നതാണ്. മഞ്ഞ വസ്തുക്കൾ അല്ലെങ്കിൽ വസ്ത്രമൊക്കെ ദാനം ചെയ്യുന്നതും ഉത്തമം തന്നെയാണ്. കൂടാതെ അന്നദാനം മഹാദാനം എന്നാണ് പറയുന്നത്. പക്ഷിമൃഗാദികൾക്കും ഭക്ഷണവും അന്നവും കൊടുക്കാവുന്നതാണ്. ക്ഷേത്രത്തിൽ അന്നദാനം നടത്താവുന്നതാണ്. ഇതൊക്കെ ഒരു വലിയ മാറ്റം നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിന് സഹായിക്കും. ഇപ്പോൾ കാലചക്രം തിരിയുകയാണ്. അപ്പോൾ ഇന്നലെ വരെ നിങ്ങളെ കളിയാക്കിയിരുന്നവര് നാളെ നിങ്ങളുടെ കാൽക്കൽ വീഴുന്ന ഒരു സമയമാണ് വന്നു ചേരാൻ പോകുന്നത്. ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ 2026 അത് വെറും ഒരു വർഷമല്ല, നിങ്ങൾ തലമുറകളായി അനുഭവിച്ചു കൊണ്ടിരുന്ന ദാരിദ്ര്യം നിങ്ങളെ വിട്ടു മാറുന്ന ചരിത്രപരമായ അല്ലെങ്കിൽ ഒരു മറ്റൊരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾ ചുവടെടുത്തു വെക്കുകയാണ്. ആകാശം കനിയുന്ന, ഭൂമി ഒരുങ്ങുന്ന, നിങ്ങളുടെ ഭാഗ്യം കാണാനായി എല്ലാവരും കാത്തിരിക്കുന്ന, ഭൂമി വരെ ഈ പ്രപഞ്ചം വരെ കാത്തിരിക്കുന്ന വളരെയേറെ മികച്ച ഒരു സമയമാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത്. അപ്പോൾ ഏവരും നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല പ്രവൃത്തികൾ ചെയ്യുക, അന്നദാനങ്ങൾ നടത്തുക, ക്ഷേത്രത്തിലാകാം അല്ലെങ്കിൽ പക്ഷിമൃഗാദികൾക്ക് ഒരു വസ്ത്രദാനം, അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും ചെയ്ത് ആത്മീയത വളർത്തിയെടുക്കും. നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവ് ഊർജ്ജത്തെ വളർത്തിയെടുക്കൂ. ബാക്കിയൊക്കെ ഗ്രഹങ്ങൾ നോക്കിക്കോളൂ. കാരണം ഗ്രഹങ്ങൾ അനുകൂലമായതിനാൽ തന്നെ ഈ കാര്യങ്ങൾ, ഈ കുറഞ്ഞിരിക്കുന്ന പൂർണ്ണമായിട്ടുള്ള ഗുണങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഭക്തിയോടുകൂടി കേട്ടുകൊണ്ടിരുന്ന ഏവർക്കും നന്ദി,